കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. അപ്പം അത് ഞാൻ കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്നത്, മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നിരിക്കുന്ന കമൻസും കാര്യങ്ങളും എല്ലാം. ഈ കുട്ടിക്ക് മാത്രമേ നാണോ മാനവും അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഒരു അന്തസ്സും അഭിമാനവും വ്യക്തിത്വവുമില്ലേ? പോരാത്തതിന് അയാളുടെ കൂടെ അയാളുടെ വൈഫുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ആ കാർ അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ട് എന്തോ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നാണ് ഈ കുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ ഈ പുള്ളിക്കാരൻ്റെയും അയാളുടെ വൈഫിൻ്റെയും ക്യാരക്ടറിനെ വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അയാളുടെ കൂടെയുള്ള അയാളുടെ വൈഫാണ്, അവരും ഒരു സ്ത്രീയല്ലേ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ ഈ വീഡിയോ ഇയാളെടുക്കാതെ ഇവരാണ് ഇട്ടിരുന്നതെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വരാൻ ചാൻസ് ഉള്ളത് ഈ രീതിക്കായിരിക്കും. അതായത് റോഡരികിൽ കാറ് പാർക്ക് ചെയ്ത് ഭാര്യയും ഭർത്താവും പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന രീതിയിലായിരിക്കും ഈ വാർത്ത വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അയാൾ പറയുന്നുണ്ട് ഈ പെൺകുട്ടി വേറെ ആരെയും വിളിച്ചു, അവർ ഈ കാറിൻ്റെ വീഡിയോയും ഇവർ വണ്ടിക്കകത്തിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അയാളാണ് ഇത് ഇടുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും വരുന്നത്? ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കണ്ടാൽ, അല്ലെങ്കിൽ ഇവർക്കറിയാവുന്നവർ കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി, അതായത് അയാളുടെ വൈഫിനെ അവരുടെ ക്യാരക്ടറിനെ വളരെ മോശമായിട്ടല്ലേ പറയും ചിത്രീകരിക്കാൻ പുറത്ത് വരുന്നത് അങ്ങനെയായിരിക്കും. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പോലും പുറത്ത് വെച്ച് എന്തോ അനാശാസ്യമായിട്ട് കാണിച്ചു എന്ന രീതിയിലല്ലേ പുറത്ത് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ മോശമാക്കാൻ നോക്കി. പിന്നെ ഇത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതൊരു ഇൻ്റർവ്യൂവിനകത്ത് ഇവരുടെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അവളൊരു പെൺകുട്ടിയല്ലേ, അവൾക്കൊരു ജീവിതമുള്ള. അപ്പോൾ ഈ പെൺകുട്ടി എന്താ ഓർക്കാത്തത്? അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അത് ആ പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ ഭാര്യയാണ്, അതൊരു സ്ത്രീയല്ലേ. അപ്പോൾ അവർക്ക് എന്താ ലൈഫില്ലേ? അവർക്ക് എന്താ അന്തസ്സില്ലേ? അവർക്ക് അവരുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ തല ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്ത് മോശം പ്രവർത്തിയാണ് കണ്ടത്? ഇപ്പോൾ റീസെൻ്റ് എൻ്റെ ഫ്രണ്ട് എൻ്റെ പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ യൂസ് ചെയ്യായിരുന്നു, ഇങ്ങനെ കമൻസ് കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ മൈൻഡ് എന്താണെന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ കണ്ടത്? അപ്പോൾ ആ കുട്ടി ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ് അവിടെ പറഞ്ഞതുപോലെ കണ്ടത് എന്ന് പുള്ളിക്കാരി പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ ഭാര്യയാണ്, എനിക്ക് വേറെ സൈഡ് സ്പേസ് ഉണ്ട് അതിനുള്ള. അപ്പോൾ അത് അവിടെ അതല്ല. അപ്പോൾ അതിൻ്റെ സ്വകാര്യത്തിൽ വന്ന് കയറി ഇങ്ങനെ ചോദിക്കുമ്പോൾ